ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 29. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് സ്യമന്തക മണിയെക്കുറിച്ചും പിന്നെ ജാമ്പവതി പരിണയത്തെക്കുറിച്ചുമാണ്. അപ്പോൾ പ്രമുഖ യാദവ യോദ്ധാവായ സാത്വികിയുടെ പിതാവാണ് ശിനി. ഈ ശിനിയുടെ അഗ്രജൻ മിത്രൻ്റെ മകനാണ് നിഘ്നൻ. ഈ നിഘ്നൻ്റെ മകനായിട്ട് പിറന്നതാണ് സത്രാജിത്ത് എന്ന ഒരു പ്രഗത്ഭ യാദവ പ്രമാണി. അപ്പം ഈ യാദവരിൽ വൃഷ്ണി വംശജനായിരുന്നു അവൻ. അമിതമായ ധനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ യാദവൻ ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ തപസ് ചെയ്തു. ഭാനുമാൻ അവന് പ്രത്യക്ഷപ്പെട്ട് അത്ഭുത ജ്യോതിസോടുകൂടി സ്യമന്തകം എന്ന മണി ദാനം ചെയ്തു. ഭക്തിപൂർവം ഇതിനെ പൂജിച്ചാൽ നിത്യവും 8 ഭാരം കനകം വീതം ഇത് പ്രദാനം ചെയ്യും. അതാണ് ഇതിനുള്ള വൈശിഷ്ട്യം എന്നും അദ്ദേഹം അരുളി. ആ അത്ഭുത മണിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മാലോകർ പറഞ്ഞ് മരതകവർണ്ണന്റെ കർണങ്ങളിലും അതെത്തി. ഒരു ദിവസം അദ്ദേഹം സത്രാജിത്തിനെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഭവ്യതയോടെ സംസാരിച്ചു. ആദിത്യദേവൻ അങ്ങയ്ക്ക് സ്യമന്തകം എന്ന ഒരു രത്നമണി ദാനം ചെയ്തെന്ന് കേട്ടു. അതിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ചും കേൾക്കാനിടയായി. അങ്ങനെയുള്ള ദിവ്യ രത്നാദികൾ ഇരിക്കേണ്ടത് രാജഭണ്ഡാകാരത്തിലാണ്. അതുകൊണ്ട് അങ്ങ് മണി നമ്മുടെ രാജാവായ ഉഗ്രസേനന് ദാനം ചെയ്യണം. അതിന് പ്രതിഫലമായി അങ്ങയ്ക്ക് എത്ര ധനം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. അങ്ങയ്ക്ക് ധനമാണല്ലോ വേണ്ടത്. അതിന് സത്രാജിത്ത് യാതൊരു മറുപടിയും പറഞ്ഞില്ല. മണി നൽകാൻ ഇഷ്ടമില്ലാത്ത മട്ടിൽ അയാൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. കൃഷ്ണൻ അതിൽ യാതൊരു പരിഭവവും തോന്നിയതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ ആ മണിയും കഴുത്തിൽ കെട്ടിക്കൊണ്ട് ഒരു നല്ല കുതിരപ്പുറത്ത് കയറി നായാട്ടിനായിട്ട് വനത്തിലേക്ക് പുറപ്പെട്ടു. അപ്പം ഈ മണിയുടെ മിഴിയഞ്ചും പ്രഭ കണ്ടിട്ട് കോപാന്ധനായിട്ടൊരു സിംഹം ഗർജിച്ചുകൊണ്ട് ചാടി വന്ന് പ്രസേനനെയും കുതിരയെയും അടിച്ചു കൊന്ന് ഈ മണിയും കടിച്ചു തൂക്കിക്കൊണ്ട് വനാന്തരത്തിലേക്ക് ഓടിമറഞ്ഞു. ആ അരണ്യത്തിലുള്ള ഒരു ഗുഹയിലായിരുന്നു വാനര ശ്രേഷ്ഠനായ ജാമ്പവാൻ ആ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പട്ടാഭിഷേകാനന്തരം ശ്രീരാമചന്ദ്രനുമായി യാത്ര പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഒരു ഗന്ധർവ നാരിയെ പ്രാപിച്ച് അവളിൽ ഉണ്ടായ 2 കുട്ടികളോടും കൂടി ആ മർക്കടപ്രവരൻ ആ ഗഹ്വരത്തിൽ അധിവസിച്ചുകൊണ്ടിരുന്നു. ഗന്ധർവാംഗന ജാമ്പവാനെ വിട്ട് പിരിയുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ ഈ പ്രഭ ജ്വലിക്കുന്ന മണിയും കടിച്ചു പിടിച്ചുകൊണ്ട് കാനനത്തിൽ കൂടി ഓടുന്ന കേസരി പ്രവരനെ കണ്ടിട്ട് ജാമ്പവാൻ ചാടിച്ചെന്ന് അവനെ വധിച്ച് ആ രത്നവും കരസ്ഥമാക്കി ഗുഹയിൽ വന്നിട്ട് തൻ്റെ മകനായ സുകുമാരന് അത് കളിക്കാനായിട്ട് കൊടുത്തു. അപ്പം ഈ പ്രസേനൻ നായാട്ടിന് പോയിട്ട് മടങ്ങി വരാത്തത് കൊണ്ട് സത്രാജിത്ത് ഏതാനും അനുചരന്മാരെയും കൂട്ടിക്കൊണ്ട് വനത്തിൽ പോയി അനുജനെ അന്വേഷിച്ചു. അപ്പോൾ പ്രസേനൻ കാട്ടിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു. അവൻ്റെ കഴുത്തിലാണെങ്കിൽ അണിഞ്ഞിരുന്ന മണി കാണാനുമില്ല. അപ്പോൾ കൃഷ്ണനല്ലാതെ ആ മണി അപഹരിക്കില്ല എന്നൊക്കെ അവൻ ഉള്ളിൽ ഉറച്ചു. കാരണം കൃഷ്ണനാണല്ലോ അത് കൊട്ടാരത്തിലേക്ക് കൊടുക്കാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ വന്നിട്ട് തിരിച്ചു വന്ന് കണ്ടവരോടെല്ലാം അവൻ പറഞ്ഞു, കൃഷ്ണനാണ് പ്രസേനനെ വധിച്ച് ഈ മണി കരസ്ഥമാക്കിയത് എന്ന് പറഞ്ഞ് കൃഷ്ണനെ കുറിച്ച് വളരെ മോശമായിട്ടും, അതായത് കൃഷ്ണൻ ചെറുപ്പത്തിൽ വെണ്ണ കെട്ടതിനൊക്കെ അപ്പം ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട്, അത് മറന്നിട്ടില്ല, അങ്ങനെ കൊന്നു കളഞ്ഞതാണെന്ന് പറഞ്ഞ് നാട് നീളെ പറഞ്ഞു നടന്നു. ഈ വിധം സത്രാജിത്ത് പലരോടും ഇങ്ങനെ ആക്ഷേപമായി പറഞ്ഞ വാക്കുകൾ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒടുവിൽ ആ അപവാദം നാട് മുഴുവനും പരന്നു. കൃഷ്ണനും അത് കേട്ടു. അപ്പോൾ തന്നെക്കുറിച്ച് പ്രചരിച്ച ഈ അപഖ്യാതിയിൽ നിന്നും മോചനം നേടുവാൻ വേണ്ടിയിട്ട് മോചകവർണ്ണൻ ഏതാനും ഭടജനങ്ങളും ഒരുമിച്ച് അന്വേഷിച്ച് കാടിനകത്തേക്ക് തിരിച്ചു. അപ്പോൾ ഘോരമായ വനത്തിനുള്ളിൽ പ്രസേനനും അശോകും ചത്തു കിടക്കുന്നതായി കാണപ്പെട്ടു. അതിനടുത്ത് തന്നെ ഒരു പഞ്ചാസ്യൻ്റെ പാദ ഛായ കണ്ട് അവനെ വധിച്ചതൊരു സിംഹമാണെന്ന് അവർ തീരുമാനിച്ചു. അനന്തരം ആ മൃഗരാജൻ്റെ പാദമുദ്രകൾ നോക്കി കുറേ ദൂരം ചെന്നപ്പോൾ ആ സിംഹവും അവിടെ ചത്തു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു.
അപ്പോൾ അതിൻ്റെ സമീപത്തായിട്ട് വലിയ ഒരു കപിപ്രവരൻ്റെ കാലടിപ്പാടുകൾ തെളിഞ്ഞു കാണപ്പെട്ടു. അപ്പോൾ ഈ സിംഹത്തെ കൊന്നത് ഒരു വാനരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാലടിപ്പാടുകളെ ലക്ഷ്യമാക്കി അവർ കുറേ ദൂരം നടന്നു. അപ്പോൾ അവിടെ ഒരു ഗുഹ കാണായി വന്നു. അപ്പോൾ ഈ ഗുഹയ്ക്കകത്ത് ഈ കപിവരനുണ്ടെന്നുള്ള അനുമാനത്തോടുകൂടി കൃഷ്ണൻ അനുയായികളെയൊക്കെ പുറത്തു നിർത്തിയിട്ട് ഏകനായിട്ട് ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ മണിയും കയ്യിൽ പിടിച്ചുകൊണ്ട് സുകുമാരൻ അവിടെ ഇരുന്ന് കളിക്കുന്നത് കൃഷ്ണൻ കണ്ടു. അപ്പോൾ അടുത്ത് തന്നെ ജാമ്പവാനും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ജാമ്പവാന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ തീരെ കുറഞ്ഞു. അപ്പോൾ കണ്ണടച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കൃഷ്ണനെ കണ്ട് കുഞ്ഞ് എന്തോ ഒച്ച വെച്ചപ്പോൾ ഈ ജാമ്പവാൻ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് ഭഗവാന്റെ ഗാത്രത്തില് മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു. അപ്പം ഭഗവാൻ അത് തടുത്തുകൊണ്ട് അങ്ങോട്ടും ഒന്നു കൊടുത്തു. രണ്ടുപേരും വിശ്രമമില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടി യുദ്ധം തുടർന്നു. ശ്രീരാമചന്ദ്ര, സീതാപതേ രാമചന്ദ്ര, നിനക്ക് വേണ്ടി ലങ്ക വരെ ചിറകെട്ടാൻ മുന്നിൽ നിന്ന ഈ ജാമ്പവാനെ ഒരു കീഴ്പ്പെടുത്തുകയോ? രാമചന്ദ്ര, രഘുവംശ തിലകമേ, എനിക്ക് അല്ലാതെ മറ്റാർക്കും നിന്നെ ജയിക്കാൻ സാധ്യമല്ലെന്ന് അവിടുന്ന് കൽപ്പിച്ച വാക്കുകൾ വ്യർത്ഥമാവുകയാണോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടും രാമനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടും ആ മർക്കട ശ്രേഷ്ഠൻ മലർമാതിനാവാസമായ ഭഗവാന്റെ തിരുമാറിൽ വീണ്ടും വീണ്ടും മുഷ്ടിപ്രഹരങ്ങൾ നടത്തി. ആ ഓരോ ഇടിയും ഭക്തന്റെ പുഷ്പാർച്ചന പോലെ ഭഗവാൻ ആനന്ദപൂർവ്വം സ്വീകരിച്ചു. അവർ തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം രാപ്പകല് ഇല്ലാതെ 28 ദിവസം നീണ്ടുനിന്നു. ആ സമയം കൊണ്ട് ജാമ്പവാൻ ദേഹം തളർന്ന് മോഹാലസ്യപ്പെട്ട് നിലത്തു വീണു. പെട്ടെന്ന് മോഹത്തിൽ നിന്നും ഉണർന്നപ്പോൾ പൂർവ്വ വൃത്താന്തം ജാമ്പവാൻ ഓർമ്മിച്ചു. ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ അല്ലാതെ മറ്റാരും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് പിതാവായ ബ്രഹ്മദേവൻ അരുളി ചെയ്തിട്ടുള്ളത് ഓർക്കുമ്പോൾ ഇദ്ദേഹം സാക്ഷാൽ ശ്രീനാരായണനാണ്, എൻ്റെ ദേവതയായ ശ്രീരാമഭക്തനാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വൃദ്ധൻ നയനങ്ങൾ ചിമ്മി ചിമ്മി തുറന്നു നോക്കി. അപ്പോൾ ജടാമകുടം ചൂടി കോദണ്ഡധാരിയായി ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ ആ ഭക്തോത്തമന് തോന്നി. സീതാപതിയെ, രാമഭദ്ര, എത്ര നാളായി നിന്തിരുവടിയെ ഒന്ന് കാണാൻ അടിയൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗദ്ഗദ കണ്ഠനായി പുലമ്പിക്കൊണ്ട് എഴുന്നേക്കാൻ ഭാവിച്ചപ്പോൾ കൃപാനിധിയായ കൃഷ്ണൻ ആ കപീന്ദ്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശരീരം ആപാദചൂടം തടവിക്കൊണ്ട് ഉര ചെയ്തു. ഭക്തോത്തമ, ഞാൻ അങ്ങയുടെ ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ത്രേതായുഗത്തിലെ രഘുരാമനും ദ്വാപരയുഗത്തിലെ വസുദേവ കൃഷ്ണനും ഒരാൾ തന്നെയാണ്. പട്ടാഭിഷേക സമയത്ത് താൻ ദ്വാപരയുഗത്തിൽ അവതരിക്കുന്നതാണെന്ന് രാമൻ അങ്ങയോട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മിക്കുന്നില്ലേ? ഭഗവാനെ, കാരുണ്യ സിന്ധു, ആളറിയാതെ അടിയൻ നിന്തിരുവടിയുടെ തിരുമയിൽ എന്തെല്ലാം ഹേമദണ്ഡങ്ങൾ ചെയ്തു എന്നോർക്കുമ്പോൾ ഭഗവാനെ, അടിയന് മാപ്പ് തരണേ. കവിപ്രവര, ഭക്തനായ അങ്ങ് ഇടിച്ച ഓരോ ഇടിയും ഓരോ പുഷ്പാർച്ചന മാത്രമായിരുന്നു എനിക്ക്. അതുമൂലം എനിക്ക് വേദനയില്ല, ആനന്ദ പുളകമാണ് ഉണ്ടായത്. അങ്ങനെ ജംഭാന്തക സോദരൻ ജാമ്പവാന്റെ വൃദ്ധ ഗാത്രം ഒന്നുകൂടി തടവി അവന്റെ ആലസ്യം നീക്കിയതിനു ശേഷം പറഞ്ഞു, ബ്രഹ്മപുത്ര, ഞാൻ ഇവിടെ വന്നത് പ്രധാനമായും അങ്ങയ്ക്ക് ദർശനം നൽകുവാനാണ്. ഒരു യാദവനായ സത്രാജിത്തിന്റെ സ്യമന്തമെന്ന മണിയാണ് ആ ദർശനത്തിന് ഇപ്പോൾ കാരണമായി തീർന്നിരിക്കുന്നത്. അങ്ങയുടെ കുമാരന്റെ കയ്യിലിരിക്കുന്നത് ആ മണിയാണ്. അത് ഞാൻ അപഹരിച്ചു എന്നൊരു അപവാദം ആ യാദവൻ നാട് മുഴുവനും പരത്തിയപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് ആ മണി കണ്ടുപിടിച്ച് അവന് നൽകേണ്ടത് എൻ്റെ ചുമതലയായി തീർന്നു. അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ജാമ്പവാൻ ബാലന്റെ കയ്യിൽ നിന്നും മണിരത്നം വാങ്ങി അകത്തേക്ക് പോയി. അല്പനിമിഷങ്ങൾക്കകം ഒരു കയ്യിൽ സുന്ദരിയായ ഒരു കന്യാരത്നവും മറ്റേ കയ്യിൽ സ്യമന്തക രത്നവുമായി വന്നുണർത്തിച്ചു. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ കൃഷ്ണ, ഈ 2 രത്നങ്ങളും അങ്ങേക്കുള്ളതാണ്. നിന്തിരുവടി സദയം സ്വീകരിക്കണം. ഇവൾ എൻ്റെ പുത്രിയായ ജാമ്പവതിയാണ്. അങ്ങയുടെ പത്നിയാകുവാൻ വേണ്ടി ഇവൾ ഇവിടെ തപസ്സനുഷ്ഠിച്ച് വാഴാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അടിയൻ നിന്തിരുവടിയോട് ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തമായി അടിയന്റെ മകളെ ഇതാ ദാനം ചെയ്യുന്നു. നിന്തിരുവടി ദയവായി സ്വീകരിക്കണം.
കൃഷ്ണൻ പറഞ്ഞു, വാനരേശ്വര, അങ്ങ് വിഷമിക്കേണ്ട. അങ്ങയുടെ പുത്രി ജാമ്പവതി എൻ്റെ പത്നിയാകുവാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവളാണ്. അവളെ സ്വീകരിക്കുവാൻ ഒരു സന്ദർഭം ഇപ്പോഴുണ്ടായെന്ന് മാത്രം. ജാമ്പവാൻ വീണ്ടും തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു, കൃഷ്ണ, വാസുദേവ, വിഷ്ണു ഭഗവാന്റെ ദശാവതാരവും കാണാതെ അടിയന്റെ ലോകജീവിതം അവസാനിക്കയില്ലെന്ന് അടിയന് വരമുണ്ട്. 9 അവതാരങ്ങളും അടിയൻ കണ്ടു കഴിഞ്ഞു. അവതാരങ്ങളിൽ ശ്രേഷ്ഠമായത് കൃഷ്ണാവതാരമാണ്. ആ കൃഷ്ണ പരമാത്മാവിന് അടിയന്റെ പുത്രിയെയും ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം മഹാഭാഗ്യവും പുണ്യവും അടിയൻ ഇനി മറ്റെന്തുണ്ട് ഭഗവാനെ? കൃഷ്ണ രാമചന്ദ്ര, സായുജ്യമടയുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ജാമ്പവാനെ സന്തോഷിപ്പിച്ചതിനു ശേഷം അംബുജാക്ഷൻ കാമിനി രത്നത്തെയും സ്യമന്തക രത്നത്തെയും സ്വീകരിച്ചുകൊണ്ട് ഗുഹയുടെ പുറത്തു വന്നപ്പോൾ തൻ്റെ അനുയായികളെ ആരെയും അവിടെ കണ്ടില്ല. അങ്ങനെ ജാമ്പവതിയും ഒരുമിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ ഗരുഡാരൂഢനായി ദ്വാരാവതിയെ പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണന്റെ കൂടെ പോയ യാദവ ഭടന്മാര് 12 ദിവസം ഗുഹയ്ക്ക് പുറത്തു കാത്തു നിന്നു. ഒടുവിൽ തങ്ങളുടെ നാഥനെ കാണാതെയായപ്പോൾ വലിയ മനോവേദനയോടും ഖേദത്തോടും കൂടി അവർ ദ്വാരകയിലെത്തി വിവരങ്ങൾ എല്ലാവരെയും ധരിപ്പിച്ചു. ദ്വാരകാവാസികൾ ആകെ അദ്ദേഹത്തിന്റെ അന്തർധാനത്തെക്കുറിച്ച് ഓർത്തിങ്ങനെ വിഷാദമഗ്നരായി കഴിയുന്ന അവസരത്തിലാണ് ജാമ്പവതി സമേതം ജംഭാന്തക സോദരൻ അവിടെ സമാഗമിച്ചത്. അപ്പോൾ ഭോജന്മാരും അന്ധകന്മാരും വൃഷ്ണികളും ഉൾപ്പെട്ട യാദവന്മാരിൽ പ്രമാണികളെയും വിശിഷ്യ സത്രാജിത്തിനെയും വിളിച്ചു വരുത്തി ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവർ, ബലരാമൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഒരു സഭ കൂടി. ആ സഭാമധ്യത്തിൽ വെച്ച് കൃഷ്ണൻ സ്യമന്തകം നഷ്ടപ്പെട്ട കഥയും വീണ്ടെടുത്ത കഥയുമെല്ലാം വിസ്തരിച്ച് പറഞ്ഞ് സഭയെ ധരിപ്പിച്ചു. സർവ്വജനങ്ങളും സത്രാജിത്തിന്റെ നേർക്ക് കോപവീക്ഷണം പൊഴിച്ചുകൊണ്ട് അയാളെ പഴി പറഞ്ഞു. സഭാമധ്യത്തിൽ നിന്നും ആ യാദവ നേതാവിനെ യദുകുലപതി അടുത്ത് വിളിച്ചു നിർത്തി സ്യമന്തകം അയാളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ താൻ പ്രചരിപ്പിച്ച മിഥ്യ അപവാദത്തെക്കുറിച്ചോർത്ത് കുണ്ഠിതപ്പെട്ട് ചഞ്ചല ചിത്തനായി സത്രാജിത്ത് വീട്ടിലെത്തിയിട്ട് താൻ കൃഷ്ണനോട് ചെയ്തു പോയ അപരാധത്തിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്നോർത്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് ഏതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മനസ്സിന് തീരെ സ്വസ്ഥത ഇല്ലാതെയായി. ഒടുവിൽ അയാൾ ഒന്ന് തീരുമാനിച്ചു, തൻ്റെ ഏകപുത്രിയും സുന്ദരിയുമായ സത്യഭാമയെ സ്യമന്തക സമേതം ശ്യാമളവർണ്ണന് പ്രായശ്ചിത്തമായി ദാനം ചെയ്യുക. പല രാജാക്കന്മാരും നാടുവാഴികളും പ്രഭുക്കളും സത്യഭാമയെ വെൽക്കാനുള്ള ആഗ്രഹത്തോടെ വന്നിട്ട് ആർക്കും അവളെ സത്രാജിത്ത് കൊടുത്തില്ല. ഒടുവില് ശതധന്വാവ് എന്നൊരു കീർത്തിമാനായ നേതാവിനെ അവളെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന് അയാൾ വാക്ക് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം ഏതാണ്ട് ഉറച്ച മട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഇപ്പോൾ ആ വാക്കും ലംഘിച്ച് കൃഷ്ണന് തന്നെ മകളെ കൊടുക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. അതനുസരിച്ച് സന്നദ്ധാംഗിയായ നന്ദിനിയോടും സ്യമന്തക മണിയോടും കൂടി സത്രാജിത്ത് ദ്വാരകയിലെത്തി. ഒരു നിറഞ്ഞ സദസ്സിൽ വെച്ച് മകളെയും മണിയെയും മലർമകൾ കാന്തന്റെ മലരടികളിൽ കാഴ്ചയായി വെച്ചു. സന്തോഷത്തോടെ നന്ദനന്ദനൻ ബന്ധുരാംഗിയായ സത്യഭാമയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു. മണി അദ്ദേഹം കൈക്കൊള്ളാതെ സന്തോഷപൂർവ്വം സത്രാജിത്തിന് തന്നെ തിരിച്ചു നൽകി. അങ്ങയുടെ പുത്രി എൻ്റെ പത്നിയായ സ്ഥിതിക്ക് ഇനി നാം തമ്മിൽ മിത്രങ്ങളാണ്. യാതൊരു വിരോധമോ പരിഭവമോ എനിക്ക് അങ്ങയോടില്ല. സന്തോഷത്തോടു കൂടി അങ്ങ് ആ മണിയും കൊണ്ട് വീട്ടിൽ പോയിട്ട് സുഖമായി ജീവിക്കുക. മകളെ കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങോട്ട് വരികയും ചെയ്യാം. ഇങ്ങനെ ഹൃദ്യമായ വിധം ലോഹ്യ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സരോജ നേത്രൻ സത്രാജിത്തിന് യാത്രയച്ചു. ജാമ്പവതിയുടെയും സത്യഭാമയുടെയും വിവാഹം ആഡംബരപൂർവ്വം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ദ്വാരകയിൽ ആരംഭിച്ചു. ഒരു ശുഭമുഹൂർത്തത്തിൽ അനവധി രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും ബന്ധുജനങ്ങളുടെയും സന്നിധിയിൽ വെച്ച് കൃഷ്ണൻ ജാമ്പവതിയെയും സത്യഭാമയെയും വിധിപ്രകാരം വേളി കഴിച്ചു. ജാമ്പവതി, സത്യഭാമ എന്നീ ധന്യാംഗികളെ തൻ്റെ പത്നിമാരായി സ്വീകരിക്കുക എന്നുള്ള രഹസ്യമായ ഉദ്ദേശമായിരുന്നു ഭഗവാനെ മുഖ്യമായും സ്യമന്തക അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്. അന്ന് കൃഷ്ണന് 27 വയസ്സ് പ്രായമായിരുന്നു. ബാക്കി നമുക്ക് നാളെ പറയാം.